നമസ്കാരം. ഇന്ന് നേരിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ നേരിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് സിനിമ. ഇതൊരു കോർട്ട് റൂം മൂവിയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ്. ശാന്തിയും മായാദേവിയും ജിത്തു ജോസഫും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മോഹൻലാലാണ്. അദ്ദേഹത്തെ കൂടാതെ സിദ്ദിഖ്, ജഗദീഷ്, അനശ്വര രാജൻ, പ്രിയാമണി എന്നിവരും മികച്ച കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ കോർട്ട് റൂം മൂവീസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള റെപ്പറ്റീഷനോ ബോറടിയോ കൂടാത്ത രീതിയിൽ സിനിമ മേക്ക് ചെയ്യാൻ ജിത്തു ജോസഫിന് സാധിച്ചിട്ടുണ്ട്. എന്നെ ഈ സിനിമ നന്നായി എന്റർടൈൻ ചെയ്തു. മോഹൻലാൽ ഇതിൽ ഒരു അഡ്വക്കേറ്റിന്റെ റോളിലാണ് വന്നിരിക്കുന്നത്. വിജയ് മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ചെറുപ്പത്തിലെ വളരെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് വർഷങ്ങളോളമായി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത, കുറേയധികം സെൽഫ് ഡൗട്ട്സ് ഉള്ള ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് മോഹൻലാൽ ഇതിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത്. വളരെ സട്ടിലായിട്ടുള്ള അഭിനയമാണ് മോഹൻലാലിന്റെ ഈ സിനിമയിലെ പ്രത്യേകത. അദ്ദേഹത്തിന്റെ ഈ കൈൻഡ് ഓഫ് ആക്ടിങ് ശരിക്കും സിനിമയെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സൂപ്പർ ഹീറോയിസമോ സ്റ്റാർഡമോ ഒന്നും തന്നെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ഒരു സാധാരണക്കാരനായ അഡ്വക്കേറ്റ്. ജിത്തു ജോസഫിന്റെ മുൻ സിനിമയായ ദൃശ്യത്തിനും ഈ സിനിമയ്ക്കും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടിലെയും നായകന്മാർ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ആളുകളും. ഈ രണ്ട് മൂവീസും ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ആണ്. ഈ രണ്ട് മൂവീസിലും കുറ്റക്കാരൻ ആരാണ് എന്ന് തുടക്കത്തിലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ബ്രില്യൻ മൂവാണ്. പക്ഷെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു രീതിയുമാണിത്. തെറ്റ് ചെയ്തത് ആരാണ് എന്ന് തുടക്കത്തിലെ കാണിച്ചതിന് ശേഷവും 2-2.5 മണിക്കൂർ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തണമെങ്കിൽ അത് സംവിധായകന്റെ പ്രത്യേക കഴിവാണ്. അത് നമുക്ക് ഈ സിനിമയിൽ കാണുവാൻ സാധിക്കും. ഈ ഒരു ഫോർമാറ്റിൽ സിനിമ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്ത് അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നവന്റെ ഒരു തോട്ട് പ്രോസസ്സും അവന്റെ മൂവ്സും, അതുപോലെ തന്നെ തെറ്റ് ചെയ്തവനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളുടെ തോട്ട് പ്രോസസ്സും മൂവ്സും ഒക്കെ പ്രേക്ഷകർക്ക് ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന അതേ സുഖത്തോടു കൂടി ആസ്വദിക്കാൻ സാധിക്കും. നേരിനെ ഏറ്റവും സുന്ദരമാക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റും ഡയലോഗ്സും കഥാപാത്രങ്ങളുടെ ക്യാരക്ടറൈസേഷനും ആക്ടേഴ്സിന്റെ പെർഫോമൻസും ഒക്കെയാണ്. മോഹൻലാലും സിദ്ദിഖും ഒക്കെ മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ. അനശ്വര രാജന്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും മികച്ച സിനിമയാണ് ഇതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിൽ ജഡ്ജായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ടർ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ വേറെ സിനിമയിലൊന്നും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. മികച്ചൊരു ആക്ടിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. സാധാരണ ഇന്ത്യൻ മൂവീസിലെ ജഡ്ജിമാരെ പോലെ ചില കോമഡികളൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ജഡ്ജി അല്ല ഇദ്ദേഹം. വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ സ്റ്റൈലിഷ് ആയിട്ട്, വളരെ ജെനുവിൻ ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്ടറാണ്. സിനിമയുടെ മറ്റൊരു അട്രാക്ഷൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ത്രൂ ഔട്ട് ദ മൂവി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മ്യൂസിക് ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ മൂവി ഈ സിനിമയിലെ BGM ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് തുളച്ചു കയറുന്ന ഒരു ഫീലാണ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് വിഷ്ണു ശ്യാമാണ്. 10 വർഷം മുമ്പ് ദൃശ്യം ചെയ്തപ്പോൾ ജിത്തു ജോസഫ് അതിൻ്റെ അകത്ത് വിക്ടിമിനെ എങ്ങനെ പ്ലേസ് ചെയ്തോ അതുപോലെയല്ല ഈ സിനിമയിൽ വിക്ടിമിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാലത്തിൻ്റെ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടും ഇപ്പോഴത്തെ ജനറേഷൻ്റെ പൾസും അവരുടെ സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമയിലെ വിക്ടിമിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലെ നേരിൻ്റെ വിജയം ഇതിലെ അഡ്വക്കേറ്റിൻ്റെ മാത്രം വിജയമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം പോരാടിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ ഒരു പടി മുന്നിൽ പോരാടിയ സാറ എന്ന വിക്ടിമിൻ്റെ കൂടി വിജയമാണ്. ഈ സിനിമ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ പെൺമക്കൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈ സിനിമ മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ജിത്തു ജോസഫ് നൽകിയ ഒരു ക്രിസ്മസ് സമ്മാനമാണ്. ഇത് തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് OTTയിൽ വന്നിട്ട് കാണാം എന്ന് വിചാരിക്കേണ്ട ഒരു സിനിമയല്ല കേട്ടോ. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. സിനിമ കണ്ടവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മൂവിയുടെ വിശേഷങ്ങളുമായി വരുന്നവരെ ഗുഡ് ബൈ.